മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ്ങും അതേപോലെ ഒരു ഇൻസ്റ്റലേഷനുമാണ്. വേറെ ഒന്നുമല്ല, MI സ്മാർട്ട് വാട്ടർ പ്യൂരിഫയർ. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ദേ ആളെ കണ്ടോളൂ, ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് വന്നത്. ഇതിൻ്റെ പേര് കൈതരും പ്രിൻസ് എന്നാണ് പേര്. MIയുടെ ടെക്നീഷ്യനാണ്. തൃശ്ശൂരല്ലേ വീട്? തൃശ്ശൂർ. കമ്പനി അയച്ചേക്കുന്ന ആളാണ്. ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യണം നമുക്ക് ഫ്രണ്ട്സെ. എന്നിട്ട് ഇതിലുള്ള സാധനം എന്താണെന്നൊക്കെ ഒന്ന് നോക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ എത്ര നാളായി MIയിൽ? ഇപ്പം എത്ര നാളായി? ആണോ? ഇതിപ്പോൾ എല്ലാ ആൾക്കാരും മേടിക്കണം എന്നുള്ളത് ആണല്ലേ? കാര്യം ഇപ്പം എല്ലാവരും ഒരു പ്രശ്നം വെള്ളമാണല്ലോ. ഇത് ഇതിന്റെ നോബാണ്. ഇത് ബാക്കിൽ കണക്ട് പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻലെറ്റ് വാളില്ലേ, വെള്ളം പുറത്തോട്ട് വരുന്നില്ലേ, അതിന്റെ അത് കണക്ട് ചെയ്യുന്നതാണ്. ഇത് നോബ് നമ്മൾ പറഞ്ഞ പൈപ്പിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അത് ഈ സാധനമാണ്. പിന്നെ ഇതിനകത്ത് 3 ഫിൽറ്റർ ഉണ്ട്. ഒന്ന് PPC. ഇത് ഫിൽറ്റർ ആണല്ലേ? ഫിൽറ്റർ 3 ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ ആണ് നമ്മൾ എപ്പോഴും റീപ്ലേസ് ചെയ്യണത്. PPC ഇതിനകത്ത് ഏതെങ്കിലും നമുക്കത് ഒരു മറ്റേ ആപ്പ് ഉണ്ട്. ആപ്പിന്റെ നമുക്ക് ഇതിന്റെ എത്രത്തോളം നമ്മൾ തീരുന്നു, എത്രത്തോളം ഇതാവുന്നു, അതെല്ലാം ആപ്പിൽ അറിയാൻ പറ്റും. MIയുടെ ആപ്പിൽ Xiaomi ആപ്പിൽ അറിയാൻ പറ്റും. ഓക്കെ. ഇപ്പൊ അതൊക്കെ എന്തായാലും നമ്മൾ ചെയ്ത് ഫിറ്റ് ചെയ്ത് നോക്കണത്. ഇത് സാധാരണ ഒരു എത്ര വരെയൊക്കെ ഉണ്ടാവും ഇതിന്റെ ഒരു ഇത്? ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് ഉണ്ടാവുക. കാരണം മാക്സിമം യൂസേജ് വരുന്നെങ്കിൽ 6 മാസം. നിങ്ങൾ വേറെ കാര്യം കണ്ടത് രസം, ഇപ്പൊ തന്നെ ചിരിച്ചാണ് നിൽക്കണം. നോക്കി, ഒരു ചിരി ഫീലില്ലേ? ഓക്കെ. ഇത് എന്റെ മാനുവൽ കാർഡ്, പിന്നെ എന്റെ വാറണ്ടി കാർഡ്. എത്ര വർഷം വാറണ്ടി ഉണ്ട്? അത് 1 വർഷം. 1 ഇയർ വാറണ്ടി. ഓക്കെ. ഇത് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട നമ്മുടെ കറക്റ്റ് ഹോള് കറക്റ്റ് സ്ട്രെയിറ്റ് ലെവലാണെന്ന് അറിയാമല്ലോ. അത് നിങ്ങൾ തുളക്കാനുള്ള സാധനം. ഓക്കെ. ഇതിനകത്ത് ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഒരു 3-4 മാസം മുമ്പ് ഞങ്ങൾ കുറച്ച് ആൾക്ക് മുമ്പില്ലേ ഇതിന്റെ ലോഞ്ചിന് വേണ്ടി പോയായിരുന്നേ ഡൽഹിയിലെ. അപ്പൊ അന്ന് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയ സാധനം ഒന്ന് നേരെ ഒന്ന് കാണിച്ചു നമ്മുടെ സുഹൃത്തുക്കളൊന്ന് കാണട്ടോ. സംഭവം ക്യൂട്ട് ഡിസൈൻ ആട്ടോ. അപ്പൊ ഇത് കണ്ടോ, സംഭവം ക്യൂട്ടാ. വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലം. പിന്നെ ബാക്ക് സൈഡ് ഇത് എന്റെ കേബിള്, നമ്മളെ പവർ കുത്തുന്ന കേബിളല്ലേ? കറണ്ട് ആണല്ലേ? ഇതിന്റെ കേബിള്. പിന്നെ എന്റെ അതായത് ഇത് ഔട്ട്ലെറ്റ് വാൾവ്, നമ്മളെ വേസ്റ്റ് വാട്ടർ പുറത്തു പോകാനും. ഇത് ഇൻലെറ്റ് വാൾവ്. ഇതിലേക്കാണ് പൈപ്പ് കണക്ട് ചെയ്യുന്നത്. ഇത് ബാക്കി വേസ്റ്റ് വാട്ടർ ഇതിലേക്ക് പുറത്തു പോകുന്നത്. അപ്പൊ ഇതിന്റെ കുഴലൊക്കെ ഉണ്ടോ? ഓസുണ്ട്. ഇതിനകത്ത് തന്നെ എല്ലാം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻലെറ്റ് വാൾവ്, ഔട്ട്ലെറ്റ് വാൾവ്. ഞാൻ ആദ്യമേ ഈ പ്രിൻസ് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ വീഡിയോയിലൊക്കെ നിക്കണ ചേട്ടാ എന്ന് പറഞ്ഞ ഒരാള്. പ്രിൻസ്, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ചിരി കണ്ടാലോ നിങ്ങൾ ഭയങ്കര നിഷ്കളങ്കനാട്ടാ. ഞാനും പ്രിൻസ് വന്നോ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച്. പ്രിൻസിന് എന്താണ് യൂട്യൂബ് ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത് 2 ഓസ് എന്നല്ലേ പറയാ? ഓസ് ഒന്ന് പൈപ്പിലേക്കും വരാനും ഒന്ന് ഔട്ട് പോകാനും. വേസ്റ്റ് വാട്ടർ അല്ലേ? രണ്ടും അതിനകത്ത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ഔട്ട്, ടാപ്പ് വാട്ടർ എന്നും പറഞ്ഞ് 2 അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തിലുണ്ടാവുക. നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. പ്രിൻസ്, ഞാൻ അറിയാം നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് എത്ര ലിറ്റർ ഫിൽറ്റർ വരെ? ഇത് മാക്സിമം ഇത് നമ്മുടെ ആപ്പിലെ വഴി നമുക്ക് അറിയാൻ പറ്റും. മാക്സിമം യൂസേജ് ആണ് ഇതിന്. മാക്സിമം യൂസേജ് അനുസരിച്ച് ഇത് കുറഞ്ഞിരിക്കും. അങ്ങനെയാണ് വരിക. നമ്മൾ മാക്സിമം ലിമിറ്റ് ഒരു ദിവസം ഒരു അത്യാവശ്യം പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മൾക്ക് ഇത് പബ്ലിക്കായിട്ട് മറ്റേ കല്യാണ വീട് അങ്ങനത്തെ ഒന്നും വരില്ല. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 6 മാസത്തേക്ക് നമുക്ക് നിൽക്കും. അല്ലാതെ നമ്മൾ ഡെയിലി യൂസിനാണെങ്കിൽ അത്യാവശ്യം അധികം നാളെ നിൽക്കില്ലത്. 1 മാസം കഴിയുമ്പോഴേക്കും എപ്പോഴും ഇതിൽ നിന്ന് അലക്കാനും കുളിക്കാനും കുളിക്കാൻ മാത്രമായിട്ട്. പബ്ലിക് വലിയ ഫംഗ്ഷന്റെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അധികം നാൾ ഈട് നിൽക്കില്ലത്. 1 മാസം വരെ. അല്ലാണ്ട് വീട്ടിൽ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 6 മാസം വരെ നിൽക്കും. മതിയല്ലോ അല്ലേ? മതി. അല്ല, MIയുടെ സാധനങ്ങൾ അല്ലെങ്കിലും ക്വാളിറ്റി ഉള്ളത്, സംശയമൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് TV ഒക്കെ സെല്ലാവുണ്ട്. നല്ല രീതി നല്ല പ്രൊമോഷൻ ചെയ്യണം ഞങ്ങളെപ്പോഴത്തെ ആൾക്കാരല്ല, യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്ത്. ഇനി വെള്ളം ഇതിൽ നിന്ന് കുടിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് പോവാം. ഫിൽറ്റർ. അതിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട്. എന്താണ്, എങ്ങനെയാണ് ഊരേണ്ടതും പിടിക്കേണ്ടതൊക്കെ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ
ആദ്യം അതിങ്ങനെ ഉണ്ടാവുക, അത് മേപ്പോട്ട് വെക്കുക. പിന്നെ ഇത് നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഒരു പക്ഷേ നിങ്ങളിത് വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കണമെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. കാരണം ഈ ടെക്നീഷ്യന്മാർ വന്ന് അത് വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും. അല്ല ഫ്രണ്ട്സേ? ഓക്കെ. PPC ഇരുന്നു. പിന്നെ അടുത്തത് ആറോ. എളുപ്പമാണ് ഫിറ്റ് ചെയ്ത്. ഫ്രണ്ട്സ് കല്യാണം കഴിച്ചാ? ഇല്ലില്ല. ഇതെന്ന് വെച്ചാല് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണ് ആയിട്ട് പറഞ്ഞത്. കാരണം പറയല്ലേ മൊത്തം വെള്ളമൊക്കെ പ്രശ്നമാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത ഈ 3 സാധനമാണ് അല്ലേ? അതിന്റെ കൂടെ വരുന്ന ഓൺലൈൻ ഓർഡർ ചെയ്ത് നമുക്ക് ആപ്പ് നോക്കുമ്പോൾ മനസ്സിലായി എത്രത്തോളം ഇത് തീരാറായി, എത്രത്തോളം വാട്ടർ നമ്മൾ കുടിച്ചിട്ടുണ്ട്, എത്രത്തോളം കാലം ഈട് നിൽക്കും, എല്ലാം നമുക്ക് ആപ്പിൽ അറിയാൻ പറ്റും. ഓൺലൈൻ അറിയാൻ പറ്റും. അതിന് മുടിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ആട്ടോ. ഓക്കെ ഫൈൻ. പിന്നോ ഈ ചേട്ടനെ ഈ ചേട്ടൻ നമ്മുടെ വീട്ടിൽ വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പാ. നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. ഇത് ഞങ്ങളുടെ മിന്നു കേട്ടോ. ചിരിക്കണം. വളരെ പിടിക്കുകയാണ് നിങ്ങളെ പോലെ. നല്ല സുന്ദരനെ ചുന്തിയാണ്, ചുന്തി. മെനു എടാ വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാം അല്ലേ? ഇവിടെ ഇരുന്നോ, ഇതൊക്കെ കണ്ടോ കേട്ടോ. ഇതിപ്പോൾ തന്നെ ആ ചേട്ടനെ വാട്ടർ പ്യൂരിഫയർ ഫിറ്റ് ചെയ്യും. നിങ്ങളെ പൈപ്പ് കളിക്കുന്ന സാധനം ഞങ്ങൾ കൊച്ചിനത് കുളിക്കാൻ കൊടുക്കും. എന്നാ കളിച്ചോട്ടാ. നിങ്ങളെ പൈപ്പ് എടുത്ത് ഞങ്ങൾ അത് കളിച്ചോണ്ടിരിക്കുന്നു. മിന്നു അവിടെ മതിയല്ലേ? ഇവിടെ മതിയല്ലേ? അതെന്താ? പവർ കേബിൾ. ഓക്കെ. വലിയ കറണ്ട് ആവോ? വലിയ കറണ്ട് ആവോ? ഇല്ല കണ്ടാവൂലല്ലേ? ഇനി നമുക്ക് എമ്മയുടെ ഇതിൽ നിന്ന് വെള്ളം കുടിക്കാം. മെന്നുവിനും വെള്ളം കുടിക്കാം. നമുക്ക് എല്ലാവർക്കും വെള്ളം കുടിക്കാം. നോക്കി കളിക്കണ്ട. നോക്കടാ. ഞാനോ ഒരു ലോക്കാണല്ലോ ഇട്ടേക്കുന്നത്. ലോക്ക്. ഓക്കെ ഫൈൻ. പിന്നെ അതേപോലെ സൈഡിൽ ഇപ്പുറത്തും. ഇത് വേസ്റ്റ് വാട്ടറാ? നല്ല വാട്ടർ, നല്ല വെള്ളം. ഓക്കെ. ആ 2 ഓസ് തമ്മിൽ ഐഡന്റിഫൈ ചെയ്യണത് വൈറ്റും ഗ്രേയും തമ്മിലല്ലേ? വൈറ്റും ഹാഷും. ഓക്കെ. ഇത് നല്ല വെള്ളത്തിന്റെ കുത്തിക്കോട്ടെ. ഗ്യാപ്പിലിരുന്നുണ്ട്. ഞാൻ അത്രേ ഉള്ളോ? എന്നിട്ട് അതിൻ്റെ അകത്തൊരു ലോക്ക് ഉണ്ട്. ഇട്ടത് ലോക്കായി പിന്നെ പോരില്ല. സിമ്പിളാണ് അല്ലേ മെനു? എല്ലാം സിമ്പിളാണ്. ഇതിന്റെ കൂടെ വരുന്നതാ, പൈപ്പ് കണക്ട് ചെയ്യണതാ. കണക്ട് ചെയ്യുക. ഇത് ലോക്കാണോ? അതും ലോക്കാണ്. റെഡ് കളർ ലോക്ക്. അത് സ്മാർട്ട് ലോക്കാണ്. അതിന്റെ ആ ഗ്യാപ്പില്ലേ? നിങ്ങൾ കേട്ടോ. സാധനം അങ്ങനെ ലോക്കായിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. പ്രശ്നമില്ല. ഓക്കെ ഫൈൻ. റൈറ്റ്. ഇപ്പോൾ കുത്തിയുള്ളൂ. സാധനം നല്ല ക്യൂട്ടാ, കാണാനൊക്കെ അടിപൊളിയാ. മെനു ഇരുന്ന് നോക്കിയേ. ഉഷാറാണല്ല അവിടെ ഇരിക്കണ. വെള്ളം. സ്കൂളല്ല, ക്യൂട്ട്. ഓണായി. വെള്ളം തുറന്നു. ഇപ്പൊ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ സുഹൃത്തെ. വെള്ളം വീഴുന്നുണ്ട്. ഒരു അരമണിക്കൂർ പോരെ ഫില്ലാകാൻ? നമുക്ക് നോക്കാം, ഫില്ലാകട്ടെ. ഇനി നമുക്ക് ഈ വാട്ടർ പ്യൂരിഫയറിനെ ആപ്ലിക്കേഷനോട്ട് കണക്ട് ചെയ്യാം. MI ഹോം, ഷവോമിയുടെ MI ഹോം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി
നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്തിട്ട്. പക്ഷേ രണ്ടും ഒറ്റ വൈഫൈയിലായിരിക്കണം. നിങ്ങൾക്കൊരു ഫോൺ ഉണ്ട്, രണ്ടും ഒറ്റ വൈഫൈയിലായിരിക്കണം. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് MI സ്മാർട്ട് വാട്ടർ പ്യൂരിഫയർ ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ കൊടുത്ത ആ ഫിൽറ്ററുകളാണ്, PPC ഫിൽറ്റർ, RO ഫിൽറ്റർ, PSC ഫിൽറ്റർ. ഇതിപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ഉപയോഗിച്ചതെന്നൊക്കെ അറിയാൻ പറ്റും. ഇനി ഒരു പക്ഷേ ഇത് തീർന്നു കഴിഞ്ഞാൽ ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിൽ വരും. ഓ കൊള്ളാലോ. ഇതിപ്പോൾ എന്താ ഔട്ട്പുട്ട് TDS എന്നൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ ഒന്നും നടന്നില്ല. കാരണം ഫുള്ള് വന്നെങ്കിൽ മാത്രം നമ്മൾ വാട്ടർ എടുത്ത് തുടങ്ങിയെങ്കിൽ മാത്രമേ അതിനകത്ത് കാണാൻ പറ്റുള്ളൂ. പിന്നെ വാട്ടർ പ്യൂരിഫൈഡ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യാം. യെസ്, ഇപ്പോൾ ഓൾറെഡി ഒന്നും ഇല്ലാത്ത കാരണം അത് കാണാൻ പറ്റില്ല. വെള്ളം ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓട്ടോമാറ്റിക് ഓഫ്. ഇവിടെ എന്തെങ്കിലും ലൈറ്റ് ഇൻഡിക്കേഷൻ തുറക്കുമ്പോൾ പൈപ്പ് വെള്ളം വരും. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. ഈ വെള്ളം ആദ്യം നമ്മളിപ്പോൾ ഒരു വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് കളയണം, എന്നിട്ട് രണ്ടാമത്തെ വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഫൈൻ. ഇപ്പം നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൽ മൊത്തം വെള്ളം ഫില്ലായി. അടക്കട്ടെ. ഇനിയിപ്പോൾ ആദ്യം കളയണം. ഞങ്ങളുടെ വീട്ടിലുള്ള ഈ ഒരു ജാറിന് 3 ജാറ് വെള്ളമാട്ടാ ഇതിൻ്റെ അകത്ത് കൊള്ളണേ. ഇനിയിപ്പോൾ രണ്ടാമതും നമ്മുടെ പ്യൂരിഫയർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം ഫില്ലാകട്ടെ. നമുക്ക് ആപ്പിൽ അറിയാൻ പറ്റുമോ വെള്ളം ഫില്ലാകുന്ന സമയം? ഒന്ന് വെള്ളം കളഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് PPM അല്ലേ? പിന്നെ വാട്ടർ പ്യൂരിഫൈ ടുഡേ ഉണ്ടോ, ഇന്ന് പ്യൂരിഫൈൻ്റെ ടോട്ടൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാട്ടർ പ്യൂരിഫൈൻ്റെ ഡീറ്റെയിൽസും അതേപോലെ ആ എത്രത്തോളം വാട്ടർ ഡെയിലി ഓക്കെ അതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് കാണാം അല്ലേ? ഡെയിലി നമ്മൾ എത്ര എടുത്തു കാണാൻ പറ്റും. ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നോക്കണം കേട്ടോ. യെസ്. ഓ, ബോറിലെ വെള്ളമാണോ? അതാണ്. നോക്കട്ടെ, പുറത്ത് കൊണ്ടുപോയത് കാണിക്കട്ടെ. ക്ലിയർ ആണോ പോയി? സംഭവം ഉള്ള പോലെ പറഞ്ഞല്ലോ. സംഭവം നല്ല ക്ലിയറാ. ഞങ്ങളുടെ ബോറിലെ വെള്ളം കേട്ടോ, അടിപൊളിയാ. നല്ല ക്ലീൻ ചെയ്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഒരു കുഴപ്പമില്ല, അടിപൊളിയാട്ടോ. ഞങ്ങളുടെ ബോൾ സാധാരണ വെള്ളത്തിന് ഇരുമ്പ് ചൊവ്വയൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.